A very good morning to my dear students. Hi, do you know me? Tell me, my kids, do you know me? Hmm? No, you don't know me. Why? Why don't you know me? Because I am a new teacher, right? Okay. So, first of all, I'll introduce myself. I am Jubina and I am from Alapura, and I'll be dealing with the subject English. Your favorite subject, English. I hope that you all like the language. Yes, as you know, we can learn a subject only when we love the subject. Is it right? Yes. എന്താ പറഞ്ഞേ? എന്താ മിസ് പറഞ്ഞേ? നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് നന്നായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാ ക്ലാസ്സുകാരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ 5ാം ക്ലാസ്സുകാരാണല്ലേ, 5th സ്റ്റാൻഡേർഡ്. യു ആർ ഇൻ 5th സ്റ്റാൻഡേർഡ്. അപ്പം എല്ലാവരും കുറച്ചും കൂടെ വലിയ കുട്ടികളാണ് അല്ലേ. കളിയും ചിരിയും തമാശയൊക്കെ അതേത് ക്ലാസ് ആയാലും കളിയും ചിരിയും തമാശയൊക്കെ എല്ലാ ക്ലാസ്സിലും ഉണ്ടല്ലേ. ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ് ആയാലും പിന്നെ ഹയർ സെക്കൻഡറി ആയാലും ഇനി നിങ്ങൾ കോളേജ് ലെവലിൽ പോയാലും ഏത് ക്ലാസ് ആണെങ്കിലും കളിയും ചിരിയും തമാശയും ഇല്ലാതെ മനുഷ്യരുണ്ടോ? നോ. അപ്പോൾ 5ാം ക്ലാസ്സുകാരാണ്, അതിന് കുറച്ച് മെച്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. അതിൻ്റെ മെച്യൂരിറ്റി ഒക്കെ എല്ലാവരുടെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ വർക്ക്സൊക്കെ കാണുമ്പോൾ അതിൽ കൂടെ മിസ്സിന് മനസ്സിലാവും. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസാണ്. എല്ലാവരെയും നമുക്ക് മിസ്സിന് അറിയത്തില്ല കേട്ടോ. എല്ലാവരുടെയും പേരൊക്കെ നമ്മളിനി പതുക്കെ പഠിച്ചു വരണം. നിങ്ങൾ ഓരോ വർക്ക്സൊക്കെ അയക്കുമ്പോഴും പിന്നെ ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴാണ് മിസ്സിന് എല്ലാവരുടെയും പേരും നിങ്ങളുടെ കഴിവുകളൊക്കെ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഹാവ് യു സീൻ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്? നോ. കുറച്ച് പേരുടെ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് സ്കൂളിൽ നിന്ന് ഉടനെ തന്നെ ടെക്സ്റ്റ് ബുക്ക്സ് കിട്ടും അല്ലേ. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ 4ാം ക്ലാസ്സിലേക്ക് ബുക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യു ഓൾഡ് ടെക്സ്റ്റ് ബുക്സ്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സ്? നല്ലതായിരുന്നല്ലേ. എല്ലാവരും നന്നായിട്ട് പഠിച്ചെഴുതിയതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇപ്പോൾ 5ാം ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നത്. ദിസ് ഈസ് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, മാരിഗോൾഡ് ബുക്ക് 5. ഓക്കെ. അപ്പോൾ നിങ്ങൾ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3, ബുക്ക് 4 ഇതെല്ലാം പഠിച്ച് എവിടെ വന്നിരിക്കുകയാണ്? എവിടെ എത്തി? ബുക്ക് 5ൽ എത്തി. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്സിലെ പോലെ തന്നെ ബുക്ക് 5ൽ ഒത്തിരി നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പിന്നെ കുറേ പോംസ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് പഠിക്കണ്ടേ? സേ യെസ് ഓർ നോ? യെസ്. എല്ലാവരും നല്ല കുട്ടികളാണ്, അതുകൊണ്ട് എല്ലാവരും യെസ് എന്ന് പറഞ്ഞു. ഓക്കെ. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഡു യു ലൈക്ക് സ്റ്റോറീസ്? ഡു യു ലൈക്ക് സ്റ്റോറീസ്? ഡു യു ലൈക്ക് പോയംസ്? സ്റ്റോറീസ് ഇഷ്ടമാണോ? പോയംസ് ഇഷ്ടമാണോ? ഓക്കെ. വിച്ച് വൺ ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? സ്റ്റോറീസ് കേൾക്കാനാണോ അതോ പോയംസ് കേൾക്കാനാണോ? ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾ 4th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ നിങ്ങൾ എന്തായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പലർക്കും പല അഭിപ്രായമായിരിക്കും. ചിലർക്ക് കഥകൾ കേട്ടുകൊണ്ടിരിക്കാൻ അങ്ങ് ഇഷ്ടമായിരിക്കും. ചിലർക്ക് പോയം പറയുമ്പോഴത്തേക്കും അതിൻ്റെ റിതമും ട്യൂണും അതൊക്കെ കേട്ടിരിക്കാനും അത് പഠിക്കാനും ഇഷ്ടമായിരിക്കും. അപ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. കുറച്ച് പേര് സ്റ്റോറീസ് ആയിരിക്കും ഇഷ്ടപ്പെടുക, കുറച്ച് പേര് പോയംസ് ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ നമ്മുടെ മാരിഗോൾഡ് ബുക്ക് 5ൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു പോയമാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്താ പോയത്തിൻ്റെ നെയിം എന്ന് മിസ് പറയട്ടെ? ഓക്കെ. ദ ഐസ്ക്രീം മാൻ. എങ്ങനെയുണ്ട് പോയത്തിൻ്റെ പേര്? നല്ല രസമുണ്ടല്ലേ. കേട്ടപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടോ? കൊതി വരുന്നുണ്ടോ? ഐസ്ക്രീം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഐസ്ക്രീം കഴിക്കാൻ. യെസ്, വി ലവ് ഐസ്ക്രീം. ഓക്കെ. സോ വിച്ച് ഫ്ലേവർ ഓഫ് ദ ഐസ്ക്രീം ഡു യു ലൈക്ക്? ഐസ്ക്രീംസിന് ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ടെന്നറിയില്ലേ? അത് ഏതൊക്കെ ഫ്ലേവേഴ്സാണ്? പോട്ടെ, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം? ഏതൊക്കെ ഫ്ലേവേഴ്സാണ് ഉള്ളത്? വാനില, സ്ട്രോബെറി, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്ലേറ്റ്, കുറേ ഫ്ലേവേഴ്സ് ഉണ്ട് അല്ലേ. ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സാണ്.
നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഏത് ഫ്ലേവറാണ് ഇഷ്ടം? പറഞ്ഞേ. ആ യെസ്, ഒരാൾക്ക് വാനിലയാണ് ഇഷ്ടം എന്ന് പറയുന്നു. ഒരാൾക്ക് എന്താ? ചോക്ലേറ്റ് ആണ് ഇഷ്ടം. ഓക്കെ. മിസ്സിനോ? മിസ്സിന് ഇഷ്ടം ബട്ടർ സ്കോച്ച്, ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ബട്ടർ സ്കോച്ച്, അതിനകത്ത് കുറേ നട്ട്സൊക്കെ ഉണ്ടാവും, അതാണ് മിസ്സിന് ഇഷ്ടം. മിസ്സിൻ്റെ മോളുണ്ട്, മിസ്സിൻ്റെ മോളിന് ഇഷ്ടം എന്താണെന്നറിയോ? സ്ട്രോബെറി, പിങ്ക് കളറിലെ സ്ട്രോബെറി ഐസ്ക്രീമാണ് വാവയ്ക്കിഷ്ടം. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ഫ്ലേവേഴ്സ് ഇഷ്ടമാണ് അല്ലേ? അപ്പം നമ്മുടെ പോയം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പോയമാണ് ദ ഐസ്ക്രീം മാൻ. നമ്മളിപ്പോഴൊക്കെ എവിടെ പോയിട്ട് ഐസ്ക്രീം മേടിക്കുക? ഷോപ്സിൽ അല്ലേ, കടയിൽ പോയിട്ടാണ് ഐസ്ക്രീം എന്തെങ്കിലും നമ്മുടെ പാരൻസ് മേടിച്ചുകൊണ്ട് വരും. അവരിൽ നാളെ നമ്മളെ കാണാൻ റിലേറ്റീവ്സ് വരുമ്പോൾ അവർ മേടിച്ചുകൊണ്ട് വരും അല്ലേ. പക്ഷേ കുറച്ച് നാൾ മുന്നേയൊക്കെ എങ്ങനെയായിരുന്നെന്നറിയോ? ഒരു ഐസ്ക്രീം വണ്ടിക്കാരൻ വരും, അതാണ് ഐസ്ക്രീം മാൻ എന്ന് പറയാം. ആ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ എന്തുണ്ടാവും? അതൊരു ബോക്സിൻ്റെ ഉള്ളിൽ നിറച്ചും ഐസ്ക്രീംസ് ഉണ്ടാവും, പല ഫ്ലേവേഴ്സിൽ ഐസ്ക്രീംസ് ഉണ്ടാവും. ആ പുള്ളിക്കാരൻ ഒരു മണിയൊക്കെ അടിച്ചിട്ട്, ഒരു ബെല്ലൊക്കെ അടിച്ചിട്ടാണ് വരിക. അപ്പോൾ ആ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? കുട്ടികളും മുതിർന്നവരെല്ലാവരും ഓടിച്ചെല്ലും. കാരണം എന്താ? എവ്രി വൺ ലൈക്സ് ഐസ്ക്രീം. എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ്? ഐസ്ക്രീം ഇഷ്ടമാണ്. ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? മിസ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ഒരാളെ. ആർക്ക് കൊടുത്താലും കഴിക്കും. വയസ്സായവർക്ക് കൊടുത്താലും അവരും കഴിക്കും, കുഞ്ഞു കുട്ടികൾക്ക് കൊടുത്താൽ അവരും കഴിക്കും. എന്തൊരു പ്രത്യേകതയുണ്ടല്ലേ? ദർ ഈസ് സം സ്പെഷ്യാലിറ്റി ഇൻ ഇറ്റ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അതെന്താ അതിൻ്റെ സ്പെഷ്യാലിറ്റി? വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ആൻ ഐസ്ക്രീം? ബാക്കി കുറേ ഫുഡ്സ് ഉണ്ട്, കുറേ മധുരമുള്ള ഫുഡ്സില്ലേ, സ്വീറ്റുള്ള ഫുഡ്സ് എന്തൊക്കെയുണ്ട്? ചോക്ലേറ്റ് ഉണ്ട്, പിന്നെന്താ പല പല സ്വീറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഐസ്ക്രീം കുറച്ചും കൂടെ സംതിങ് സ്പെഷ്യലാണ്. വൈ ഡു വി ലൈക്ക് ഐസ്ക്രീം ദ മോസ്റ്റ്? ഐസ്ക്രീം എങ്ങനെയാണ്? ഭയങ്കര ക്രീമിയാണ് അല്ലേ? ക്രീമിയാണ്, ഭയങ്കര സോഫ്റ്റാണ്, സ്നോ പോലെയാണ് അല്ലേ, മഞ്ഞ് പോലെയാണ്, പിന്നെ ഭയങ്കര സ്വീറ്റാണ്. അങ്ങനെ കുറേ പിന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ കുറേ സ്പെഷ്യാലിറ്റീസ് എന്തിനുണ്ട്? ഐസ്ക്രീമിനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ഇഷ്ടമാണ്? ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയായിരിക്കും? ദ ഐസ്ക്രീം മാൻ. ഐസ്ക്രീം കൊണ്ടുവരുന്ന ആളെ അല്ലേ? അയാളെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഓടിക്കൂടണമെങ്കിൽ എന്തോരം ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കും. അതിൽ വരാൻ വേണ്ടി കാത്തിരിക്കും കുഞ്ഞുങ്ങൾ. ആ ബെല്ലടി കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കും ഓരോ കുട്ടികൾ. അപ്പം നിങ്ങൾക്കും ഇഷ്ടമാണ്, അപ്പോൾ മിസ്സിനും ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം ഇഷ്ടമുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് ഐസ്ക്രീം മാൻ എന്നുള്ളൊരു പോയം പഠിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഫീൽ ഉണ്ടാവൂലേ? യെസ്, ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഐസ്ക്രീം കഴിക്കണ്ട. നമ്മൾ ഇന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നതല്ലേ, മിസ്സും നിങ്ങളും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പോലെ ഇത് നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും പിന്നെ മിസ്സ് കുറച്ച് കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തതേ ഉള്ളൂ. നാളെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ഐസ്ക്രീം കഴിക്കുന്ന ഫീലോടെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഐസ്ക്രീം മാൻ എന്നുള്ള പോയം പതുക്കെ സ്ലോലി, ഒരു ഐസ്ക്രീം നമ്മളിങ്ങനെ പെട്ടെന്ന് എടുത്ത് വായിലോട്ട് ഇടുവാണോ ചെയ്യുന്നത്? അല്ല, നമ്മളെങ്ങനെ കഴിക്കുക? സ്ലോലി, പതുക്കെയാണ് കഴിക്കുക. അതേപോലെ സ്ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഐസ്ക്രീം മാൻ എന്നുള്ള പോയം പഠിക്കാം. അങ്ങനെ ഒരു മധുരത്തോടെ അല്ലേ, നമ്മുടെ ഈ വർഷം മൊത്തം എന്തുള്ളതാവണം? ഒരു ഐസ്ക്രീം പോലെ മധുരമുള്ളതാക്കി നമുക്ക് തീർക്കാം. ഓക്കെ, അതിനെല്ലാവരും മിസ്സിൻ്റെ കൂടെ നിൽക്കത്തില്ലേ? മിസ്സ് പറയുന്ന വർക്ക്സ് കുഞ്ഞു കുഞ്ഞു വർക്ക്സാണ്, അത് ആക്ടിവിറ്റീസാണ്, അത് നിങ്ങൾ ചെയ്യുക കേട്ടോ. മിസ്സ് എന്താ വർക്ക് എന്നുള്ളത് ഗ്രൂപ്പിൽ പറയാം. അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിലും എല്ലാവരും എൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിന് വന്നിരുന്നതിലും ഒത്തിരി സന്തോഷം. അപ്പോൾ നമുക്കിപ്പോൾ ബൈ പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നല്ല കുട്ടികളാണ്, നിങ്ങൾക്ക് താങ്ക് യു പറയാൻ അറിയാമല്ലേ? Okay, so we'll see you in the next class. Okay, bye. Ta-ta.